ഹലോ നമസ്കാരം. മെയ് 21 ലാലേട്ടന്റെ ബർത്ത്ഡേ നിന്ന് നമുക്ക് എമ്പുരാന്റെ അപ്ഡേറ്റ്, ഒരു ടീസറോ ട്രെയിലറോ എന്തെങ്കിലും ഒരു വമ്പൻ അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ റിലീസായിരിക്കും എമ്പുരാന്റെ, യാതൊരു സംശയവുമില്ല. അത്രയധികം തിയേറ്ററുകൾ എന്തായാലും എമ്പുരാന് വേണ്ടി ബുക്ക് ചെയ്യുന്ന ഉറപ്പാണ്. അത് ലാലേട്ടൻ തന്നെ ഫാക്ടർ തന്നെയാണ് മെയിൻ. അത് കൂടാതെ പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ വരുന്ന ലൂസിഫർ എന്ന ഓൾറെഡി ഒരു ഭയങ്കര ഹിറ്റായ പടത്തിന് തുടർഭാഗം എന്ന രീതിക്ക് വരുന്നതായതുകൊണ്ട് എന്തായാലും റിലീസൊക്കെ ഇതുവരെയുള്ള മലയാള സിനിമ എല്ലാ റെക്കോർഡുകളും ഫസ്റ്റ് ഡേ കളക്ഷൻ എന്തായാലും തൂക്കുന്ന ഉറപ്പാണ്. അത് യാതൊരു സംശയവുമില്ല. ഇനി അതിനെ കവച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡ് മറികടക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത കാലത്ത് റെക്കോർഡ് വേദിക്കപ്പെടാനും പോകുന്നില്ല. മേ ബി ബിഗ് ബി ആയിരിക്കും പിന്നെ ലൂസിഫർ കുറിക്കുന്ന റെക്കോർഡ് കവർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പൃഥ്വിരാജ് എന്തായാലും അതിൽ മുഴുവൻ റോള് ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. പിന്നെ അതേപോലെ ടൊവിനോ തോമസ് ലാലേട്ടൻ എന്തെങ്കിലും കൂടുമ്പോൾ അപ്പോൾ ഒരു എന്താണ് ഒരു 3 സൂപ്പർ താരങ്ങൾ തന്നെ പറയാം. അപ്പൊ അത്രയും ഇവരൊക്കെ ആരാധകർ കൂടുമ്പോൾ എന്തായാലും അതൊരു സംഭവം തന്നെ ആയിരിക്കും. പിന്നെ ഇത് പ്രീക്കലാണോ സീക്കലാണോ എന്നൊന്നും അറിയില്ല. പ്രീക്കലാണെന്ന് പറയുന്നത്, അതായത് ലൂസിഫർ എന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ എങ്ങനെ ഈ രീതിയിലായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വമ്പൻ ബഡ്ജറ്റാണ്, പല രാജ്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ പൃഥ്വിരാജ് ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. നമുക്ക് അറിയാം, മുൻപത്തെ 2 ഡയറക്ഷനും ലൂസിഫർ ആണെന്നുണ്ടെങ്കിലും അതിനുശേഷം വന്ന ബ്രോഡാഡി ആണെങ്കിലും എല്ലാം ഒരു ഡയറക്ഷൻ ഒരിട്ടും പാളിച്ചു പറ്റാത്തൊരു മൂവികളായിരുന്നു. ഇത് നമുക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട്. തിയേറ്റർ എന്തായാലും പൂരപ്പറമ്പാവും. ലാലേട്ടൻ ആരാധകർ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ഇത്രയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം വേറെ ഉണ്ടായിരിക്കില്ല. വാലിബൻ എല്ലാവർക്കും നിരാശ വന്നു. അതിനുശേഷം ഇപ്പോൾ പറയുന്ന ബറോസ് ലാലേട്ടൻ ആരാധകർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. തരുൺമൂർത്തി പടം ഓക്കെ, ഒരു ആവറേജ് രീതിയിൽ പോകുന്ന പ്രതി അതിനും വലിയ ഹൈപ്പ് കൊടുക്കുന്നില്ല എന്തായാലും. പക്ഷെ എമ്പുരാന് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇനി ഹൈപ്പ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വമ്പൻ ഹൈപ്പ് തന്നെ ആയിരിക്കും റിലീസ്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം മെയ് 21 വേണ്ടി. അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷകളും കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.